പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. നിക്ഷേപത്തിലൂടെ തൊഴിൽ, വികസനത്തിലൂടെ അന്തസ്സ്. പ്രധാനമന്ത്രി. ന്യൂഡൽഹി. നിക്ഷേപത്തിലൂടെ തൊഴിലും വികസനത്തിലൂടെ അന്തസ്സും സംയോജിപ്പിച്ചുള്ള വികസന മാതൃകയാണ് കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദുസ്ഥാൻ ടൈംസ് നേതൃ ഉച്ചകോടി 2024 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിക്ഷേപത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, അത് വികസനത്തിലേക്ക് നയിക്കും. വികസനം പൗരന്മാരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്കായി വലിയ തുക ചെലവഴിക്കുക, വലിയ തുക ലാഭിക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന സമീപനമാണ്. 2014 16 ലക്ഷം കോടി രൂപയായിരുന്ന കേന്ദ്ര ബജറ്റ് ഇന്ന് 48 ലക്ഷം കോടി രൂപയായി ഉയർന്നു. 2013-14 2.25 ലക്ഷം കോടി രൂപയായിരുന്ന മൂലധന ചെലവ് ഇത്തവണ 11 ലക്ഷം കോടിയിലധികം രൂപയാണ്. പുതിയ ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ, റെയിൽവേ, ഗവേഷണ സൗകര്യങ്ങൾ തുടങ്ങി നിരവധി പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്കായി മൂലധന ചെലവ് ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി ചോർച്ച തടയാനായെന്നും ഇതിലൂടെ 3.5 ലക്ഷം കോടി രൂപ ലാഭിക്കാനായെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൃഷ്ണഗീതി പുരസ്കാരം കെ ജയകുമാർ ഏറ്റുവാങ്ങി. കോഴിക്കോട്. രേവതി പട്ടത്താനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച കൃഷ്ണഗീതി പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഏറ്റുവാങ്ങി. പുരസ്കാരം സാമൂതിരി രാജാവിന്റെ തിരുവണ്ണൂരിലുള്ള ഔദ്യോഗിക വസതിയിൽ സാമൂതിരി രാജ KC ഉണ്ണിയനുജൻ രാജയിൽ നിന്നും ഏറ്റുവാങ്ങി. കൃഷ്ണഗീതി പുരസ്കാരമായ വെള്ളോട്ടിൽ നിർമ്മിച്ച ശ്രീകൃഷ്ണ വിഗ്രഹവും ഫലകവും 20,000 രൂപയും സമ്മാനിച്ചു. തളി ദേവസ്വത്തിന്റെ വാഗ്വാർത്ഥം സോവനീറും നൽകി. പട്ടത്താന സമയത്ത് ഷാർജ അന്തർദേശീയ പുസ്തകമേളയിലായതിനാൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ രേവതി പട്ടത്താന ശാലയിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ തിരിച്ചെത്തിയ ഉടൻ കോഴിക്കോട്ടെത്തുകയും പുരസ്കാരം സ്വീകരിക്കുകയുമായിരുന്നു. തളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസ് മനോജ് കുമാർ B പണിക്കർ, സാമൂതിരി രാജാവിന്റെ മകൾ മായ ഗോവിന്ദ്, അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ, പേഴ്സണൽ സെക്രട്ടറി TR രാമവർമ്മ, സരസിജ രാജ PK പ്രമോദ് കുമാർ, രാജ TM ബാലകൃഷ്ണൻ ഏറാടി, PM ഉണ്ണികൃഷ്ണൻ, ശ്രീജിത്ത് മേനോൻ, വിനോദ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മോഷ്ടിച്ച അമേരിക്കയിലെത്തിച്ച പുരാവസ്തുക്കൾ ഭാരതത്തിന് മടക്കി നൽകി. ന്യൂയോർക്ക്. ഭാരതത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട് അമേരിക്കയിലെത്തിയ $10 മില്യൺ വില മതിക്കുന്ന 1400-ലധികം പുരാവസ്തുക്കൾ ഭാരതത്തിന് തിരികെ നൽകി. ഭാരത അമേരിക്കൻ ആർട്ട് ഡീലറായ സുഭാഷ് കപൂറും അമേരിക്കൻ ഡീലറായ നാൻസി കപൂറും ഉൾപ്പെട്ട കള്ളക്കടത്ത് സംഘം അമേരിക്കയിലെത്തിച്ച പുരാവസ്തുക്കളാണ് തിരികെ നൽകിയത്. ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്സിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവ. 2011 ജർമ്മനിയിൽ അറസ്റ്റിലായ സുഭാഷ് കപൂറിനെ ഭാരതത്തിലേക്ക് തിരിച്ചയച്ചിരുന്നു. കൈസേ ഹോ ബായ്. ന്യൂഡൽഹി. ചിരിച്ചും കൈകൊടുത്തും പ്രധാനമന്ത്രിക്കൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ പങ്കുവെച്ച് ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലായി. ഇന്നലെ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ സംവാദ പരിപാടിക്കിടെയാണ് അക്ഷയ് കുമാറുമായി പ്രധാനമന്ത്രി കുശലാന്വേഷണം നടത്തിയത്. അദ്ദേഹവുമായി കൈകൊടുത്തു നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. വളരുന്ന ഭാരതത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ച് ആദരണീയനായ പ്രധാനമന്ത്രിയുടെ പ്രചോദനാത്മകമായ പ്രഭാഷണം കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന അടിക്കുറിപ്പോടെയാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. ബസ്തർ മാവോയിസ്റ്റ് മുക്തമാകുന്നു. റായ്പൂർ, ഛത്തീസ്ഗഡ്. രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരരുടെ ഏറ്റവും വലിയ താവളമായിരുന്ന ബസ്തർ വനമേഖല പൂർണ്ണമായും മാവോയിസ്റ്റ് വിമുക്തമാകുന്നതായി റിപ്പോർട്ട്. തുടർച്ചയായ സൈനിക നടപടികളുടെ ഫലമായി മാവോയിസ്റ്റ് ഗ്രൂപ്പുകളിലുണ്ടായ ഭിന്നതയും കൂട്ട കീഴടങ്ങലുകളുമാണ് പ്രദേശത്ത് സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നത്. ഒക്ടോബർ 4 അബുജാമറിലെ നിബിഡ വനമേഖലയിൽ 9 മണിക്കൂർ ഏറ്റുമുട്ടലിൽ സൈന്യം 38 ഭീകരരെയാണ് ഇല്ലാതാക്കിയത്. 25 കിലോമീറ്റർ വനത്തിനുള്ളിലേക്ക് നടന്നു കയറിയാണ് സൈന്യം ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. ബസ്തറിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും കടുത്ത സൈനിക നടപടിയിൽ മാവോയിസ്റ്റുകൾ ചിതറിപ്പോയി. ഏപ്രിൽ 16 കാങ്കറിൽ നേതാക്കളടക്കം 29 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയതിന്റെ ആഘാതം മാറും മുമ്പാണ്
അബിജാമറിലെ നടപടി. വനമേഖലയിൽ മാവോയിസ്റ്റുകളുടെ മുഴുവൻ നെറ്റ്വർക്കും ആശയവിനിമയ സംവിധാനങ്ങളും സൈന്യം തകർത്തു. സുരക്ഷാ സേനയുടെ ശക്തമായ സമ്മർദ്ദം മാവോയിസ്റ്റ് ഭീകരർക്കിടയിൽ കൂട്ടക്കീഴടങ്ങലിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി. മെയ് മാസത്തിൽ ബീജാപൂരിൽ 33 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. തുടർന്നുള്ള മാസങ്ങളിലും ആഭ്യന്തര സംഘട്ടനങ്ങളിൽ പൊറുതിമുട്ടി നിരവധി മാവോയിസ്റ്റുകൾ ആയുധം താഴെവെച്ചു. ഇതോടെ ദണ്ഡകാരണ്യ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി ഏരിയയിൽ മാവോയിസ്റ്റുകൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായതെന്ന് ബസ്തർ റേഞ്ച് AGP സുന്ദർരാജ് പറഞ്ഞു. മാവോയിസ്റ്റ് ഭീകരർ ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും സുരക്ഷിത കവചമായി ഉപയോഗിച്ചിരുന്ന വനവാസി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് എത്തിച്ച വികസന സംരംഭങ്ങളും ബസ്തറിന്റെ മുന്നേറ്റത്തിന് കാരണമായി. അസംതൃപ്തികൾ പരിഹരിക്കാനും സാമൂഹിക സാമ്പത്തിക പരാതികൾ ഇല്ലാതാക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ കൂടുതൽ സൗകര്യമൊരുക്കാനും ഛത്തീസ്ഗഡ് സർക്കാർ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത നടപടികൾ ഫലം കണ്ടു. സുരക്ഷാ സേനയിൽ സാധാരണ ജനങ്ങൾക്ക് വിശ്വാസം ഉറപ്പിക്കുന്നതിനും രഹസ്യ അന്വേഷണ സംവിധാനം ശക്തമാക്കുന്നതിനുമായി കമ്മ്യൂണിറ്റി പോലീസിംഗും ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ നടപ്പാക്കിയും പ്രയോജനം ചെയ്തു. ഇറാൻ ആണവായുധ കേന്ദ്രം ഇസ്രയേൽ തകർത്തു. ടെൽ അവീവ്. ഇറാൻ ആണവായുധ കേന്ദ്രം ഇസ്രയേൽ തകർത്തു. കഴിഞ്ഞ മാസം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ആണവായുധ കേന്ദ്രം തകർത്തതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 3 അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും ഒരു ഇസ്രയേൽ ഉദ്യോഗസ്ഥനെയും ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആണവായുധ കേന്ദ്രം തകർന്നതെന്നതിന് സ്ഥിരീകരണം US ഉദ്യോഗസ്ഥർ നൽകുന്നത്. നേരത്തെ ആണവ കേന്ദ്രങ്ങൾ തകർക്കരുതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ കമ്മീഷനിൽ നിന്നും മറച്ചുവെച്ചുകൊണ്ടുള്ള ആണവ കേന്ദ്രമായതിനാൽ ഇവ തകർത്തതിന് ഇസ്രയേലിനെ ആർക്കും കുറ്റം പറയാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇറാൻ രഹസ്യമായി ഉണ്ടാക്കിയിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രമാണ് ഇസ്രയേൽ 26-ന് തകർത്തത്. പാർച്ചൻ എന്ന മിലിറ്ററി ബേസിൽ ടെലിഗാൻ 2 എന്ന പേരിലാണ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത്. ആക്രമണത്തിൽ ഇറാന്റെ ഡ്രോൺ, മിസൈൽ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നു. ഇറാന്റെ ആണവ കേന്ദ്രം സംബന്ധിച്ച് ഇറാനിലെ ചുരുക്കം ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നാണ് പുറത്തുവരുന്ന വിവരം. പുറമേക്ക് മറ്റ് ആണവ കേന്ദ്രങ്ങളില്ലെന്ന് UN സമിതിക്ക് ഉറപ്പ് നൽകുമ്പോഴും അതീവ രഹസ്യമായിട്ടായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത്. ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രമേ ഉപയോഗിക്കൂ എന്നാണ് ഇറാൻ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇക്കാര്യം തള്ളിക്കളയുകയായിരുന്നു. 2003 മുതൽ തന്നെ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് ഇവർ കുറ്റപ്പെടുത്തിയിരുന്നത്. ഇവ നിർത്താൻ അന്നു തന്നെ UN ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർന്ന ആണവായുധ കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നെങ്കിലും ഇറാൻ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. 5 ജില്ലകളിലായി 15 ഇടത്താവളങ്ങൾ. ശബരിമല സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് 5 ജില്ലകളിലെ 15 ഇടത്താവളങ്ങളിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ കഴിയും വിധം ഇടത്താവളങ്ങളിലെല്ലാം TVയും സ്ഥാപിച്ചിട്ടുണ്ട്. പെരിനാട് HS മൈതാനം, പെരിനാട് ശബരി ശരണാശ്രമം, അടൂർ പാർത്ഥസാരഥി ക്ഷേത്രം, മണിയാർ PIP മൈതാനം, പത്തനംതിട്ട ശബരിമല ഇടത്താവളം, പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര മൈതാനം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, മുരിങ്ങമംഗലം ക്ഷേത്രം, മടത്തിക്കാവ് ക്ഷേത്രം, മലയാലപ്പുഴ ക്ഷേത്രം, അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രം, രാമപുരം ക്ഷേത്രം, തിരുവല്ല നഗരസഭാ സ്റ്റേഡിയം, ഇടിഞ്ഞില്ലം ശാസ്താ ക്ഷേത്രം, മീത്തലക്കര ക്ഷേത്രം, വടശ്ശേരിക്കര സ്കൂൾ മൈതാനം, പെരിനാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനം എന്നിവയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇടത്താവളങ്ങൾ. ചെങ്ങന്നൂർ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, അമ്പലപ്പുഴ, തുറവൂർ എന്നിവയാണ് ആലപ്പുഴ ജില്ലയിലെ ഇടത്താവളങ്ങൾ. കോട്ടയം ജില്ലയിൽ തിരുനക്കര, വൈക്കം, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലും ഇടുക്കിയിൽ വണ്ടിപ്പെരിയാർ, എരുമേലി, കുമളി സത്രം, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര, പുനലൂർ, ആര്യങ്കാവ് എന്നിവിടങ്ങളിലെ ഇടത്താവളങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. തിരക്ക് അധികമായാൽ നിയന്ത്രിക്കാൻ 60 പോലീസുകാരെ സന്നിധാനത്തും മണിയാർ ക്യാമ്പിൽ 120 സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്പനിയും റിസർവ് ആയുണ്ട്. സൗജന്യ സേവനവുമായി ഡിവോട്ടീസ് ഡോക്ടേഴ്സ്. ചികിത്സ ആവശ്യമായി വരുന്ന അയ്യപ്പ ഭക്തർക്ക്
സൗജന്യ സേവനം നൽകാൻ സേവന സന്നദ്ധരായി 125 ഡോക്ടർമാരുടെ സംഘം. സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രിയിൽ ആരോഗ്യവകുപ്പിന്റെ ഡോക്ടർമാർക്കൊപ്പമാണ് ഡിവോട്ടീസ് ഡോക്ടേഴ്സ് ഓഫ് ശബരിമലയിലെ അംഗങ്ങളുടെ പ്രവർത്തനം. സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും പ്രത്യേക അംഗീകാരത്തോടെ ഇവരുടെ സേവനം സംഘത്തിൽ കേരളത്തിനു പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരായ ഡോക്ടർമാരാണുള്ളത്. വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇവർ ഒരുമിച്ചത്. പ്രമുഖ ന്യൂറോ സർജൻ ഡോക്ടർ ആർ രാമനാരായണനാണ് ഈ കൂട്ടായ്മയുടെ അമരക്കാരൻ. മകരവിളക്ക് വരെ പല സംഘങ്ങളായിട്ടാവും സേവന പ്രവർത്തനമെന്ന് ഡോക്ടർ ആർ രാമനാരായണൻ പറഞ്ഞു. കാർഡിയോളജി, ജനറൽ മെഡിസിൻ, ഓർത്തോ, ന്യൂറോ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡോക്ടർമാരാണ് സംഘത്തിലുള്ളത്. നിലവിലുള്ള ആരോഗ്യ വകുപ്പിന്റെ ഡോക്ടർമാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഏത് അടിയന്തര ഘട്ടത്തിലും ചികിത്സ ഉറപ്പാക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ സഹിതമാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഇനി ക്ലാസ് എടുക്കാൻ AI ടീച്ചറും. ആലപ്പുഴ അധ്യാപകരുടെ കുറവ് ഇനി സ്കൂളുകൾക്ക് പ്രശ്നമാകില്ല. മലപ്പുറം കക്കോവ് PMS APT HSS വിദ്യാർത്ഥികളാണ് ആഗ്നയും ആസിഫും. വികസിപ്പിച്ചെടുത്ത AI ടീച്ചർ സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ കണ്ടുപിടുത്തമാണ് കുട്ടിശാസ്ത്രജ്ഞർ മേളയിൽ അവതരിപ്പിച്ചത്. ഏത് വിഷയം കൊടുത്താലും ഏത് ഭാഷയിൽ വേണമെങ്കിലും AI ടീച്ചർ ക്ലാസ് എടുക്കും. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഉപയോഗിച്ചാണ് AI ടീച്ചർക്ക് ക്ലാസ് എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. ക്ലാസ്സിലെ ജിജ്ഞാസയുടെ ആഘോഷമായി ISRO ചെയർമാനുമൊത്ത് ശാസ്ത്ര സംവാദം. ആലപ്പുഴ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയോടനുബന്ധിച്ച് ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥും വിദ്യാർത്ഥികളുമായി നടത്തിയ ശാസ്ത്ര സംവാദം ജിജ്ഞാസയുടെ ആഘോഷമായി മാറി. ബഹിരാകാശത്തെ ഭാരത കുതിപ്പ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ശാസ്ത്ര സംവാദമാണ് പ്രപഞ്ചത്തിന്റെ ആകപ്പൊരുൾ ലളിതമായി വിശദീകരിക്കുന്ന സദസ്സായി മാറിയത്. എല്ലാ ചോദ്യങ്ങൾക്കും ലളിതമായി മറുപടി പറഞ്ഞും തമാശകൾ പറഞ്ഞു രസിപ്പിച്ചും ശാസ്ത്ര അധ്യാപകനെ പോലെ ഡോക്ടർ സോമനാഥും കൂടി. ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുണ്ടാവണം, എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്നും ഡോക്ടർ സോമനാഥ് കുട്ടികളോട് പറഞ്ഞു. മൈക്കൽ ഫാരഡെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കരുത്, അത് സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. റോക്കറ്റിന്റെ എക്സ്റേ വിശകലനം ചെയ്യാൻ അടക്കം നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടെന്നും ആർക്കും കണ്ടുപിടിക്കാനാവാത്ത പാസ്വേഡ് ക്വാണ്ടം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കാമെന്നും പുതിയ കൃഷിസ്ഥലങ്ങൾ കണ്ടെത്തുന്നത് മുതൽ ദുരന്ത നിവാരണത്തിന് വരെ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാണ്ടം എൻടാങ്കിൾമെന്റ് പരീക്ഷണങ്ങൾ, മൊബൈൽ സിഗ്നൽ സഞ്ചാരം, റിഫ്യൂവലിംഗ് സാറ്റലൈറ്റ്, ബഹിരാകാശത്തെ അവശിഷ്ടങ്ങൾ നീക്കൽ, NGLD, റോക്കറ്റ് ടെറാഫോമിംഗ്, മിൽക്കി വേ, ആൻഡ്രോമെഡ ഗാലക്സികൾ തമ്മിലുള്ള കൂട്ടിയടി, ആദിത്യ L1 ഉപഗ്രഹത്തിന്റെ ദൗത്യം തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ ഡോക്ടർ സോമനാഥ് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. 5ാം ക്ലാസ്സുകാരിയായ അന്ന മറിയം ജോണിന് അറിയേണ്ടിയിരുന്നത് സുനിത വില്യംസ് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഉണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു. 25,000 ഉപഗ്രഹങ്ങളും ലക്ഷക്കണക്കിന് ഉപഗ്രഹാവശിഷ്ടങ്ങളും അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബഹിരാകാശത്ത് ട്രാഫിക് റെഗുലേഷൻ വലിയ ഉത്തരവാദിത്തമാണെന്ന് ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു. ടൈം ട്രാവൽ സാധ്യമാകുമോ എന്ന ചോദ്യത്തിന് ഭൂതകാലത്തിലേക്ക് പോയി നിരീക്ഷണം സാധിക്കുമെന്ന് ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ ദൗത്യം ചൂണ്ടിക്കാട്ടി ഡോക്ടർ സോമനാഥ് പറഞ്ഞു. 2 മണിക്കൂറോളം നീണ്ട സെഷനൊടുവിൽ മന്ത്രി സജി ചെറിയാൻ ഡോക്ടർ സോമനാഥിന് നന്ദി പറഞ്ഞു. സജി ചെറിയാനും PP ചിത്തരഞ്ജൻ MLAയും ചേർന്ന് ഡോക്ടർ S സോമനാഥിനെ പൊന്നാട അണിയിച്ചു. ശാസ്ത്രാധ്യാപകൻ S സത്യജ്യോതി മോഡറേറ്ററായി. മനുഷ്യനെ ഈശ്വരനായി കാണുന്നത് ഭാരതത്തിന്റെ ആദർശം. സ്വാമി നന്ദാത്മജാനന്ദ. ചേമഞ്ചേരി മനുഷ്യനെ ഈശ്വരനായി കണ്ട് അവനെ പരിചരിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുന്നത് ഭാരത ആദർശമാണെന്നും അത് തന്നെയാണ് അയ്യപ്പ ഭക്തരായ ശബരിമല തീർത്ഥാടകർക്കു വേണ്ടി സേവാഭാരതി ഒരുക്കുന്ന അയ്യപ്പ സേവാ കേന്ദ്രമെന്നും. പ്രബുദ്ധ കേരളം ഭീകരത. ചെല്ലാനത്തും ചാവക്കാട്ടും പ്രക്ഷോഭം. ചാവക്കാട്ട് ഇന്ന് പ്രതിഷേധ റാലി. മുനമ്പത്ത് മഹിളകളുടെ പ്രതിഷേധം. കൊച്ചി മുനമ്പത്തിന് പിന്നാലെ എറണാകുളം ജില്ലയിലെ തന്നെ ചെല്ലാനത്തും തൃശൂർ ജില്ലയിലെ ചാവക്കാട്ടും വഖഫ് ഭീകരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു.
ചെല്ലാനം കൂടി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതോടെ തീരദേശമാകെ വഖഫ് ഭീകരതയ്ക്കെതിരെ പ്രതിഷേധം അലയടിക്കും. ചാവക്കാട്ട് വഖഫ് നോട്ടീസ് ലഭിച്ച 57 കുടുംബങ്ങൾക്ക് നീതി തേടി പാലയൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ റാലി നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30 ഫൊറോന അംഗങ്ങൾ ഒത്തുചേർന്ന് പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യും. 4 മണിക്ക് പ്രതിഷേധ പ്രകടനം നടക്കുമെന്ന് ആർച്ച് പ്രീസ്റ്റ് റവ ഡോക്ടർ ഡേവിസ് കണ്ണാമ്പുഴ അറിയിച്ചു. പാലയൂർ, തെക്കൻ പാലയൂർ, ചക്കംകണ്ടം, എടപ്പുള്ളി, പഞ്ചാരമുക്ക് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ചാവക്കാട് മേഖലയിൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. ചെല്ലാനത്ത് വിവിധ സാമുദായിക സംഘടനകൾ പ്രത്യേകമായാണ് സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ യോഗം ചേരുന്നത്. പ്രാഥമിക യോഗങ്ങൾ ഇന്ന് നടക്കും. ഇതിനുശേഷം എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ചെല്ലാനത്ത് വഖഫിന് ഭൂമി ഇല്ലെന്നിരിക്കെ ഇടക്കൊച്ചിയിലെ പള്ളിയുടെ പേരിൽ ഭൂമിയുണ്ടെന്ന് കാണിച്ചാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഭൂമി എവിടെയെന്ന് പോലും വ്യക്തമാക്കിയിട്ടില്ല. വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റിൽ ചെല്ലാനവും തങ്ങളുടേതാണെന്ന് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഭൂനികുതി ഒടുക്കാൻ സാധിക്കുമോ എന്ന ആശങ്ക ജനങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. അതേസമയം മുനമ്പത്ത് ഇന്ന് മഹിളകളുടെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. മുനമ്പത്തെ ഒരു തരി മണ്ണ് പോലും വഖഫിന് കൊടുക്കില്ലെന്ന മുദ്രാവാക്യവുമായി പുലിമൂട്ട് ബീച്ചിൽ നിന്ന് ആരംഭിക്കുന്ന റാലി വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലെ സമരപ്പന്തലിൽ സമാപിക്കും. ഫാദർ ആന്റണി സേവ്യർ തറയിൽ റാലി നയിക്കും. കൃത്യമായ കണക്ക് ബോധിപ്പിക്കണം. ഗവർണർ, കൊച്ചി. കേരളം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്ക് കേന്ദ്രത്തെ ബോധിപ്പിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനം പറയുന്ന കണക്ക് ശരിയല്ല. സംസ്ഥാനത്തിന്റെ കയ്യിൽ നിലവിൽ പണമുണ്ട്. അത് ചെലവഴിച്ച ശേഷം വേണം കേന്ദ്രത്തോട് കൂടുതൽ ചോദിക്കാൻ. സഹായം അനുവദിക്കുന്നതിന് കേന്ദ്രത്തിന് മാനദണ്ഡങ്ങൾ ഉണ്ട്, അദ്ദേഹം പറഞ്ഞു. സഹായം ലഭിച്ചില്ലെന്ന സംസ്ഥാനത്തിന്റെ വാദം ശരിയല്ല. മറ്റാരേക്കാളും പുനരധിവാസം ഉറപ്പാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കിലാണ് തന്റെ വിശ്വാസമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഉരുൾപൊട്ടലിൽ കേന്ദ്രം കൂടുതൽ സഹായം നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2026 ജപ്പാനെ മറികടക്കും ടോക്കിയോ. സാമ്പത്തിക വളർച്ചയിൽ GDP ഭാരതം 2026 ജപ്പാനെ മറികടക്കുമെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ഏഷ്യ പസഫിക് ഫോർ ക്യാപിറ്റൽ ഇക്കണോമിക്സിന്റെ തലവനുമായ മാർസൽ തിലിയന്റ് 2026 ഭാരതം ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും അദ്ദേഹം ജപ്പാൻ ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. 2014 ശേഷം സാമ്പത്തിക രംഗത്ത് ഭാരതത്തിന് വൻ കുതിപ്പാണുണ്ടായത്. 2022 UKയുടെ GDPയെ മറികടക്കാൻ ഭാരതത്തിന് സാധിച്ചു. ആഗോള വ്യാപാരത്തിലും ഭാരതത്തിന്റെ പങ്ക് വർദ്ധിച്ചു. ആഗോള ഡിജിറ്റൽ ഇടപാടുകളുടെ 46% നടക്കുന്നത് ഭാരതത്തിലാണ്. രാജ്യത്തെ ജനസംഖ്യയും യുവാക്കളുടെ വർദ്ധിച്ചുവരുന്ന എണ്ണവും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാണ്. ഭാരതത്തിന്റെ GDP 2025 $4.339 ട്രില്യൺ ആകുമെന്നാണ് IMF പ്രവചനം. ഇതേസമയം $4.310 ട്രില്യൺ ആകും ജപ്പാന്റെ GDP. അങ്ങനെ ഭാരതം 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും, ലേഖനത്തിൽ പറയുന്നു. ഇരട്ട ഗോളുമായി റോണോ. ആകെ നേട്ടം 910. പോർട്ടോ. പോർച്ചുഗലിനായി യുവേഫ നേഷൻസ് ലീഗ് പോരാട്ടത്തിൽ ഇരട്ട ഗോളുമായി തിളങ്ങി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. പോളണ്ടിനെതിരെ പോർച്ചുഗൽ 5-1 ജയം നേടിയ മത്സരത്തിലാണ് ഈ സൂപ്പർ പ്രകടനം. ഒരു പെനൽറ്റി കിക്ക് വിലയിലെത്തിച്ചതടക്കം 2 ഗോളുകൾ നേടിയ ക്രിസ്ത്യാനോ 1 ഗോളിന്റെ അസിസ്റ്റുമായി. റോണോയുടെ ആകെ ഗോൾ നേട്ടം ഇതോടെ 910 ആയി. പോളണ്ടിനെതിരെ സ്വന്തം നാട്ടിലായിരുന്നു പോർച്ചുഗലിന്റെ ഇന്നലത്തെ മത്സരം. 6 ഗോളുകൾ പിറന്ന മത്സരത്തിലെ എല്ലാ ഗോളുകളും വലയിലെത്തിയത് 2ാം പകുതിയിലാണ്. 59ാം മിനിറ്റിൽ പോർച്ചുഗലിന്റെ റഫീൽ ലിയോ ആണ് മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയത്. 72ാം മിനിറ്റിൽ പെനൽറ്റി ഫലത്തിലെത്തിച്ച റൊണോയ്ക്ക് പിന്നാലെ ബ്രൂണോ ഫെർണാണ്ടസ്, പെഡ്രോ നെറ്റോ എന്നിവരും ഗോളുകൾ നേടി. മത്സരത്തിൽ ടീമിന്റെ അവസാനത്തെയും 5ാമത്തെയും ഗോൾ 87ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ ആണ് നേടിയത്. തൊട്ടു പിന്നാലെ ഡൊമിനിക് മർസൂക്കിലൂടെ പോളണ്ട് ആശ്വാസം കണ്ടെത്തി. 5 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ലീഗ് എ ഗ്രൂപ്പ് 1 തോൽവി അറിയാതെ പോർച്ചുഗൽ 13 പോയിന്റുമായി മുന്നിലാണ്. 7 പോയിന്റിന്റെ ബലത്തിൽ ക്രൊയേഷ്യ 2ാമത് നിൽക്കുന്നു. പോളണ്ടും സ്കോട്ട്ലൻഡുമാണ് പിന്നാലെ. ഗ്രൂപ്പിൽ ഇന്നലെ നടന്ന മറ്റൊരു പോരാട്ടത്തിൽ ക്രൊയേഷ്യയെ
സ്കോട്ട്ലൻഡ് 1-0ക്ക് ഞെട്ടിച്ചു. മറ്റൊരു മത്സരത്തിൽ കരുത്തരായ ഡെൻമാർക്കിനെ സ്പെയിൻ 2-1 തോൽപ്പിച്ചു. സ്പെയിനും ഗ്രൂപ്പ് 4-ൽ തോൽവി അറിയാതെ മുന്നേറുന്ന ടീമാണ്. അവാർഡ് അനു ഡി ആലപ്പാടിന്. കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഡോക്ടർ GP ഗൗതം അവാർഡിന് തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി അനു ഡി ആലപ്പാട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ സെന്റ് മേരീസ് കോളേജിനെ മികച്ച കായിക നേട്ടങ്ങളിലേക്ക് നയിച്ചതാണ് കായികാധ്യാപക മികവിനുള്ള പുരസ്കാരത്തിന് അർഹയാക്കിയത്. 1973 ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ കേരള ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച് AV ദേവസിക്കുട്ടിയുടെ മകളും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ബാസ്കറ്റ്ബോൾ പരിശീലകനുമായ ജോൺസൺ തോമസിന്റെ സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട ഭാര്യയുമാണ് അനു. വരുന്ന 24-ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കേരളത്തിന് സമനില, 3 പോയിന്റ് കൂടി. ലഹ്ലി രഞ്ജി ട്രോഫിയിൽ ഗ്രൂപ്പ് സീനിയർ ഒന്നാമനായ ഹരിയാനയെ സമനിലയിൽ തളച്ച് കേരളം. ലഹ്ലി ചൗധരി ബൻസിലാൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ 127 റൺസിന്റെ ലീഡ് നേടിയ കേരളം രണ്ടാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഇതോടെ 253 റൺസിന്റെ വിജയലക്ഷ്യവുമായി മറുപടി. ബാറ്റിംഗിനിറങ്ങിയ ഹരിയാന 2 വിക്കറ്റ് നഷ്ടത്തിൽ 52 റൺസ് എന്ന നിലയിൽ എത്തിയപ്പോൾ കളി അവസാനിപ്പിക്കുകയായിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് നേടിയ കേരളത്തിന് 3 പോയിന്റും ഹരിയാനയ്ക്ക് 1 പോയിന്റും ലഭിച്ചു. 7-ന് 139 എന്ന നിലയിൽ അവസാന ദിനം മത്സരത്തിനിറങ്ങിയ ഹരിയാനയെ 164 പുറത്താക്കിയാണ് കേരളം രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയത്. ബേസിൽ തമ്പിയും നിതീഷ് MDയും 3 വിക്കറ്റ് വീതം നേടിയപ്പോൾ ബേസിൽ NP 2 വിക്കറ്റും സക്സേന 1 വിക്കറ്റും വീഴ്ത്തി. രണ്ടാം ഇന്നിംഗ്സിൽ കേരളത്തിന്റെ രോഹൻ കുന്നുമ്മൽ പുറത്താകാതെ അർദ്ധ സെഞ്ചുറി നേടി. 91 പന്ത് നേരിട്ട രോഹൻ 1 സിക്സറും 6 ഫോറും ഉൾപ്പെടെയാണ് 62 റൺസ് നേടിയത്. സച്ചിൻ ബേബി 42 റൺസും സ്വന്തമാക്കി. ഇരുവരും ചേർന്ന് തുടക്കത്തിൽ തന്നെ കേരളത്തിന് മികച്ച സ്കോർ നൽകിയതോടെ ഹരിയാനയുടെ പ്രതീക്ഷ അസ്തമിച്ചു. സ്കോർ 79-ൽ എത്തിയപ്പോൾ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ വിക്കറ്റ് കേരളത്തിന് നഷ്ടമായി. തുടർന്ന് ക്രീസിലെത്തിയ അക്ഷയ് 2 സ്കോർ 95-ൽ എത്തിയപ്പോൾ പുറത്തായി. തുടർന്ന് മുഹമ്മദ് അസറുദ്ദീനുമായി ചേർന്നാണ് രോഹൻ സ്കോർ 125 എത്തിച്ചത്. SP കുമാറും JJ യാദവുമാണ് ഹരിയാനയ്ക്ക് വേണ്ടി വിക്കറ്റ് വീഴ്ത്തിയത്. രണ്ടാം ഇന്നിംഗ്സിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹരിയാന 28 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റ് കേരളം വീഴ്ത്തി. ബേസിൽ NPയും അക്ഷയ് ചന്ദ്ര സ്വന്തമാക്കിയത്. മത്സരത്തിൽ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡോടെ സമനില നേടിയപ്പോൾ 18 പോയിന്റുമായി കേരള ഗ്രൂപ്പ് സിയിൽ 2ാം സ്ഥാനത്തുണ്ട്. സെഞ്ചുറിയുമായി കാമിൽ അബൂബക്കറും. തിരുവനന്തപുരം CK നായിഡു ട്രോഫിയിൽ വരുൺ നയനാരിന് പിന്നാലെ കാമിൽ അബൂബക്കറിനു സെഞ്ചുറി. തമിഴ്നാടിനെ എതിരെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 2ാം ദിനമാണ് കാമിൽ സെഞ്ചുറി സ്വന്തമാക്കിയത്. 243 പന്തിൽ നിന്ന് 15 ഫോർ ഉൾപ്പെടെയാണ് 102 റൺസ് കരസ്ഥമാക്കിയത്. ആറാമനായി ഇറങ്ങിയ രോഹൻ നായർ 59 അർദ്ധ സെഞ്ചുറിയും നേടി. വരുണിന്റെയും സെഞ്ചുറി മികവിലാണ് കേരളം 337 എന്ന ഭേദപ്പെട്ട സ്കോറിൽ എത്തിയത്. രണ്ടാം ദിനം 3 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് എന്ന നിലയിൽ ഇന്നിംഗ്സ് പുനരാരംഭിച്ച കേരളം സ്കോർ 337-ൽ എത്തിയപ്പോൾ ഓൾ ഔട്ട് ആവുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ വരുൺ നയനാരിനെ കേരളത്തിന് നഷ്ടമായി. ഗോവിന്ദിന്റെ പന്തിൽ അജിതേഷിന് ക്യാച്ച് നൽകിയാണ് വരുൺ മടങ്ങിയത്. പിന്നീട് എത്തിയ രോഹൻ നായരുമായി ചേർന്ന് കാമിൽ കേരളത്തിന്റെ സ്കോർ ഉയർത്തി. ഇരുവരും ചേർന്ന് 72 റൺസ് കൂട്ടിച്ചേർത്തു. കാമിലിനെ സച്ചിൻ രതി പുറത്താക്കിയാണ് സഖ്യം തകർത്തത്. പിന്നീട് സ്കോർ 308 എത്തിയപ്പോൾ അഭിജിത്ത് പ്രവീണും 15-ന് പുറത്തായി. 10ാമനായി ഇറങ്ങിയ പവൻ രാജിന്റെ വിക്കറ്റ് എടുത്താണ് തമിഴ്നാട് കേരളത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. കേരളത്തിന്റെ 6 വിക്കറ്റ് വീഴ്ത്തിയത് ഗോവിന്ദാണ്. ആദ്യ ദിനം 2 വിക്കറ്റ് എടുത്ത ഗോവിന്ദ് രണ്ടാം ദിനം 4 വിക്കറ്റും കരസ്ഥമാക്കി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തമിഴ്നാട് കളി നിർത്തുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 56 റൺസ് എടുത്തിട്ടുണ്ട്. 33 റൺസുമായി വിമൽ കുമാറും 18 റൺസുമായി S